അതുകൊണ്ട് ഈ വെല്ലുവിളി ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് മദത് തരുന്ന, നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ശൈഖ്, ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് മദത് തരുന്ന, നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ശൈഖ്, ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത്, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് മദത് തരുന്ന, നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ശൈഖ്, ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. പലരോടും പല പ്രശ്നത്തിലും ചെന്ന് പറഞ്ഞപ്പോ, ഈ സമസ്തക്കിടയിൽ ഭിന്നിപ്പുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു. ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, സഹോദരങ്ങളെ, സുന്നി പ്രവർത്തകരെ, നിങ്ങളത് നെഞ്ചിലേറ്റണം. എന്താണ് പറഞ്ഞത്? ദീനിന്റെ കാര്യം പറയാൻ. ആരുടെ വാക്ക്? സയ്യിദ് വലിയുല്ലാഹിയുടെ വാക്ക്. എന്റെ വാക്കല്ല. ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഏപ്പിയെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഖുത്ബുൽ ആലമിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ, ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ നേതൃത്വം. ദീനിന്റെ കാര്യം പറയാൻ. ആരുടെ വാക്ക്? സയ്യിദ് വലിയുല്ലാഹിയുടെ വാക്ക്. എന്റെ വാക്കല്ല. ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഏപ്പിയെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഖുത്ബുൽ ആലമിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ, ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ നേതൃത്വം.